കേരള രാഷ്ട്രീയം അടിമുടി മാറും എന്നാണ് ബി.ജെ.പി. നേതാക്കൾ ഒന്നടങ്കം പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണമായി അവർ പറയുന്നത് കോൺഗ്രസിന്റെ അപജയമാണ്. കോൺഗ്രസ് മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെ കേരളത്തിലും ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ബി.ജെ.പി. നേതാക്കൾ പറയുന്നു. അത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ബി.ജെ.പി. ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ സി രഘുനാഥ്. കേരളത്തിൽ ഒരു കോൺഗ്രസ് തകർച്ചയുടെ വക്കീലാണ്. 2024 തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ കോൺഗ്രസ് അപ്രസക്തമാകുന്ന ഒരു കാഴ്ച രാഷ്ട്രീയം നോക്കിക്കാണുന്നവർക്ക് മനസ്സിലാകും. കോൺഗ്രസിനകത്ത് അതൊരു പാർട്ടിയാണെന്ന് പറയുന്നത് ഒരാൾക്കൂട്ടാണ്. അതും കഴിവുകെട്ട ഒരു നേതൃത്വമാണ് അതിനെ നയിക്കുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അപജയം. അവിടെയാണ് കെ സുധാകരൻ തന്നെ കണ്ണൂരിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചാലുള്ള അവസ്ഥ എന്താണ്? MP എന്നുള്ള രീതിയിൽ സമ്പൂർണ്ണ പരാജയം എന്ന് പറയുന്ന ഒരാളെ തന്നെ പാർട്ടി നിയോഗിക്കുക. നിങ്ങളെ പാർട്ടിയുടെ ലിസ്റ്റ് ഗതികേട് നിങ്ങൾ ആലോചിച്ച് നോക്കും. സുധാകരൻ മത്സരിക്കുന്നതോട് KPC പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടി വരും. ഈ തെരഞ്ഞെടുപ്പിൽ സുധാകരന്റെ സ്ഥിതി വളരെ ദയനീയമായിരിക്കും. അതിലൊന്നും ആർക്കും സംശയമില്ലല്ലോ. കേരളത്തിൽ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും പൂർണ്ണ പരാജയമാണ് എന്ന് പറയുന്ന സി രഘുനാഥ് കോൺഗ്രസ് പൂർണ്ണമായും ഇല്ലാതാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ഉണ്ടാകും എന്നാണ് വ്യക്തമാക്കുന്നത്. അതിന് അദ്ദേഹം പല കാരണങ്ങളും നിരത്തുന്നുമുണ്ട്. കോൺഗ്രസിന് സംഭവിക്കുന്ന കാര്യങ്ങൾ ആ പാർട്ടിയിലുണ്ടായിരുന്ന സി രഘുനാഥ് തുറന്നു പറയുകയാണ്. കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവർ. കെ സുധാകരൻ KPC പ്രസിഡന്റ് സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് രാവിലെ ദിവസവും സ്ഥലവും അപ്ഡേറ്റ് ചെയ്യുകയാണ്. അതും ഒരു പത്രക്കാരുടെ മുന്നിൽ വെച്ച്, ചാനൽ ചർച്ചയുടെ മുന്നിൽ വെച്ച് അല്ലെങ്കിൽ പത്രക്കാരിരിക്കുമ്പോഴാണ് ഇത് കോട്ടയമാണെന്നും ഇത് 11-ാം തീയതിയാണെന്നും എന്നൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗം എന്ന് പറഞ്ഞ സുധാകരൻ ചെറുതാക്കി കാണിക്കാനാണ്. ബി.ജെ.പി. ദേശീയ കൗൺസിൽ അംഗം സി രഘുനാഥുമായുള്ള ക്വസ്റ്റ്യൻ അവർ മാർച്ച് 3 ഞായറാഴ്ച രാത്രി 9 മണിക്ക് കണ്ണൂർ വിഷനിൽ മറക്കാതെ കാണുക. ക്വസ്റ്റ്യൻ അവർ.